ഹലോ ഹായ് നമസ്കാരം. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മാറാലയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ക്ലബ് ഹൗസിനെ പറ്റിയാണ്. എന്താണ് ക്ലബ് ഹൗസ്, അതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് വൈ യു ഷുഡ് ഹാവ് എ ക്ലബ് ഹൗസ് അക്കൗണ്ട്, ഇതൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ക്ലബ് ഹൗസ് എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം. സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ പോയി ക്ലബ് ഹൗസ് എന്ന് സെർച്ച് ചെയ്യാം. ഒരു ലേഡിയുടെ ഫേസ് ആണ് ക്ലബ് ഹൗസ് ഐക്കൺ. സോ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാണ്. ഈ ലേഡി ആരാണെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? ഇവര് ആക്ട്രസ്, മോഡൽ ഒന്നുമല്ല. തൻ്റെ വ്യക്തിത്വം കൊണ്ട്, പ്രധാനമായും നിലപാടുകൾ കൊണ്ട് ലോക ശ്രദ്ധയെ ആകർഷിച്ച ജാപ്പനീസ് വംശജ ഡ്രൂ കെറ്റോക്കെ ആണ് ഈ ലേഡി. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അമേരിക്കൻസിന് ഏഷ്യക്കാരോടുള്ള വിവേചനത്തിനെതിരെയും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. വ്യക്തമായ അഭിപ്രായങ്ങൾ ലോകത്തോട് പറഞ്ഞ ഡ്രൂ കെറ്റോക്കെ തന്നെയാണ് ക്ലബ് ഹൗസിന് ഏറ്റവും യോജിച്ച മുഖം. അത് എന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. സോ ക്ലബ് ഹൗസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇത് ഒരു പുതിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് എൻ്റർ ആവുമ്പോൾ തന്നെ വെൽക്കം സ്ക്രീനിൽ ഒരു മെസ്സേജ് ഉണ്ട്. അതായത് ഫോർ ദ ടൈം ബീങ് ക്ലബ് ഹൗസിൽ എൻ്റർ ചെയ്യുന്നതിന് ഓൾറെഡി ക്ലബ് ഹൗസ് യൂസ് ചെയ്യുന്ന ഇൻവൈറ്റ് വേണം. അതില്ലെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ബട്ട് നമ്മുടെ പ്രൊഫൈലിലേക്ക് എൻ്റർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട്സിൽ ക്ലബ് ഹൗസ് യൂസ് ചെയ്യുന്നവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോകും. അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് പ്രൊഫൈലിൽ കയറാം. സോ എനിക്ക് ഇൻവൈറ്റ് ഒന്നും വന്നിട്ടില്ല. സോ ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. ആദ്യം ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. ദെൻ നമുക്ക് OTP കിട്ടും, അത് എൻ്റർ ചെയ്യുക. ദെൻ നെയിം എൻ്റർ ചെയ്യുക. ഐ എം ഗിവിങ് മാറാല ഹബ്. പിന്നെ ഞാനൊരു യൂസർ നെയിം സെറ്റ് ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനൊരു സ്ക്രീൻ വന്നു. എനിക്ക് ഇൻവൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ആരെങ്കിലും എന്നെ അക്സെപ്റ്റ് ചെയ്യണം. എൻ്റെ കോൺടാക്ട്സിൽ ക്ലബ് ഹൗസ് യൂസ് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനോട് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു അക്കൗണ്ട് റെഡി ആവാൻ എടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊക്കെ അത് ചെയ്യാം. പിന്നെ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ആൻഡ് ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല. എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, അക്കൗണ്ട് റെഡി ആയി എന്ന് തോന്നുന്നു. യെസ്, ക്ലബ് ഹൗസ് മെസ്സേജ് ആണ്. അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്രൊഫൈൽ കയറി നോക്കാം. സോ വീണ്ടും നമ്മൾ ഫോൺ നമ്പർ കൊടുക്കണം, OTP എൻ്റർ ചെയ്യണം. എനിക്ക് വെൽക്കം സ്ക്രീൻ കിട്ടി. നൗ നെക്സ്റ്റ് നെയിം ആൻഡ് യൂസർ നെയിം കൊടുക്കാം. അതുപോലെ ഇഷ്ടമുള്ള ഒരു ഡിസ്പ്ലേ പിക്ചർ കൊടുക്കാം. അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. നമ്മുടെ ഇൻട്രസ്റ്റ് അഥവാ താല്പര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിട്ട് നമ്മുടെ പ്രൊഫൈൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എൻ്റർ ചെയ്യുന്നത്. സോ ആദ്യത്തെ കാറ്റഗറി ടെക്കിൽ ഞാൻ സ്റ്റാർട്ടപ്സ്, പ്രൊഡക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐഡൻറ്റിറ്റി സൗത്ത് ഏഷ്യൻ കൊടുത്തു. നോളജിൽ എഡ്യൂക്കേഷൻ കൊടുക്കാം, സയൻസ് കൊടുക്കാം. പിന്നെ എനിക്ക് ടിക്ടോക്ക് ഇഷ്ടമായിരുന്നു, എന്ത് ചെയ്യാനാ, ക്ലബ് ഹൗസ് കൊടുക്കാം. ഇവിടെ കയറിയിട്ട് നമ്മൾ ഇത് ഇഷ്ടമല്ല എന്ന് പറയാൻ പാടില്ലല്ലോ. ഇൻസ്റ്റാഗ്രാം ഇഷ്ടമാണ് എനിക്ക്. ദെൻ നെറ്റ്വർക്കിംഗ്, സ്മോൾ ബിസിനസ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് കൂടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയാണ് സെലക്ട് ചെയ്യേണ്ടത്. കുറേ കാറ്റഗറീസ് ഉണ്ട്. എല്ലാത്തിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സെക്ഷൻസ് ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാനൊരുവിധം എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴെയുള്ള ബട്ടൺ ഫൈൻഡ് പീപ്പിൾ ടച്ച് ചെയ്യാം. കോൺടാക്റ്റ് ആക്സസ് പെർമിഷൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ കോൺടാക്ട്സിൽ ക്ലബ് ഹൗസിലുള്ള ആൾക്കാരെ കിട്ടും. സോ യു ഗൈസ് ക്യാൻ either ഫോളോ everyone or അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ കുറച്ച് പേരെ ഫോളോ ചെയ്യാം. ഞാൻ എന്തായാലും ഇപ്പോൾ കുറച്ച് പേരെ ഫോളോ ചെയ്യുന്നുള്ളൂ. ആൻഡ് ഫൈനലി എൻ്റെ അക്കൗണ്ട് റെഡിയായി. സോ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ ഫ്രണ്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതൊക്കെ ആയ കുറേ ടോപ്പിക്സ് കാണാം. ക്ലബ് ഹൗസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊക്കെ ഓരോ റൂംസാണ്. ഓരോ റൂമിൻ്റെയും ഹെഡിങ് കൊടുത്തത് കണ്ടില്ലേ? ആ ടോപ്പിക്കിൽ കുറേ പേര് ചേർന്ന് ഗംഭീര ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും.
ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മൈക്ക് ഓൺ ചെയ്ത് റിയൽ ടൈം ഡിസ്കഷനാണ് നടക്കുന്നത്, അതായത് ലൈവാണ്. ഇനി ഞാൻ എൻ്റെ പ്രൊഫൈൽ ഒന്ന് കാണിക്കാം. ഇതാണ് 2 പേരെ മാത്രം ഫോളോ ചെയ്യുന്ന എൻ്റെ പ്രൊഫൈൽ. അതിൽ സെറ്റിങ്സ് ഉണ്ട്, നോട്ടിഫിക്കേഷൻ ബാർ ഉണ്ട്, എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ആദ്യം നമുക്ക് ഡിസ്കഷൻ റൂമിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാം. നോക്കിക്കേ എന്തുമാത്രം ഡിസ്കഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു റൂമിൽ കയറി നോക്കാം. ഡേറ്റ് മാരി ഹുക്കപ്പ്. വാവ്. എന്തായാലും ഞാൻ ആ റൂമിലൊന്ന് എൻ്റർ ചെയ്യാണ്. എത്ര പേരാണെന്നറിയോ, തകർത്ത് പ്രപ്പോസൽസ് ഒക്കെ നടക്കുകയാണ്. ഇനിയിപ്പോൾ ടിൻഡർ ഒന്നും വേണ്ട. ഇറ്റ് റിയലി ഫീൽസ് ലൈക്ക് എ മാട്രിമോണി സൈറ്റ്. പിന്നെ ഒത്തിരി മിടുക്കന്മാരും മിടുക്കികളൊക്കെ ആണെങ്കിൽ കല്യാണം വരെയൊക്കെ എത്തിക്കാം കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് കണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ റൂമിൽ എൻ്റർ ആവാം. ഓൾറെഡി റൂമിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നും ആ സമയം നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ മൊബൈൽ സ്ക്രീനിൻ്റെ താഴെയായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ലീവ് ക്വയറ്റ്ലി, മിണ്ടാതെ ഈ റൂമിൽ നിന്ന് പുറത്ത് പോവാം, ലീവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ റൈറ്റ് സൈഡിലൊരു പ്ലസ് സിമ്പിൾ ഉണ്ട്, പിന്നെ ഒരു ഹാൻഡ് സിമ്പിൾ ഉണ്ട്. പ്ലസ് സിമ്പിൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ ഈ റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹാൻഡ് സിമ്പിൾ ലിറ്ററലി പറയുകയാണെങ്കിൽ ഞാൻ സംസാരിച്ചോട്ടെ എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. എല്ലാ റൂമിലും സ്പീക്കേഴ്സ് ഉണ്ടാവും, അതായത് സംസാരിക്കുന്ന ആളുകൾ. പിന്നെ കോർഡിനേറ്റ് ചെയ്യുന്ന മോഡറേറ്റേഴ്സ് ഉണ്ടാവും. പിന്നെ അതേഴ്സ്. റൂമിൽ എൻ്റർ ചെയ്യുമ്പോൾ വി വിൽ ബി ലിസ്റ്റഡ് അണ്ടർ ദ കാറ്റഗറി ഓഫ് അതേഴ്സ്. ആ കേസിൽ ഇഫ് വി വോണ്ട് ടു സ്പീക്ക് ഹാൻഡ് സിമ്പിൾ ടച്ച് ചെയ്യാം. സോ ഈ റൂമിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്പീക്കേഴ്സിനും മോഡറേറ്റേഴ്സിനും നോട്ടിഫിക്കേഷൻ ഒരു പോപ്പപ്പ് ആയിട്ട് വരും. അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് മൈക്ക് സിമ്പിൾ വരും. ദെൻ യു ആർ ഡൺ, നമുക്ക് സംസാരിക്കാം. പിന്നെ റൂമിൻ്റെ മേലെ 3 ഡോട്ട്സ് കാണുന്നില്ലേ, അതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഷെയർ റൂം, സെർച്ച് റൂം, റിപ്പോർട്ട് ഓഡിയോ പ്രോബ്ലം. ഷെയർ റൂം എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഈ റൂം നമ്മുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റൂംസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെർച്ച് റൂം. പിന്നെ നിലവിൽ നമുക്ക് ഈ റൂമിലുള്ളപ്പോൾ എന്തെങ്കിലും ഓഡിയോ പ്രോബ്ലംസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇത്രയാണ് ആ ഓപ്ഷൻസ്. ആൻഡ് ഇതൊക്കെയാണ് ആ റൂമിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ. മേലെ ഹാൾവേ എന്ന് കണ്ടില്ലേ, അത് ഒന്നുമില്ല, ഹാളിലേക്ക് പോവാം. അതായത് റൂംസ് ഒക്കെ കാണിക്കുന്ന സ്ക്രീൻ. ബട്ട് നമ്മൾ ഈ റൂമിൽ നിന്ന് ആ സമയം എക്സിറ്റ് ആവില്ല. ഹാൾവേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാളിലേക്ക് പോവാം, ബാക്കി റൂംസ് കാണാം. ബട്ട് ഈ റൂമിലെ ഡിസ്കഷനിൽ നമ്മൾ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. ഇനി ഞാൻ പതുക്കെ റൂമിൽ എൻ്റർ ചെയ്തിട്ട് ലീവ് ചെയ്യാം. അതിന് താഴെ ലീവ് ക്വയറ്റ്ലി ടച്ച് ചെയ്യാം. ഇനി നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക്കിൽ റൂം ക്രിയേറ്റ് ചെയ്യുക എന്ന് നോക്കാം. താഴെ സ്റ്റാർട്ട് റൂം കണ്ടില്ലേ, അത് ടച്ച് ചെയ്യാം. ദെൻ 3 ഓപ്ഷൻസ് വരും. ഓപ്പൺ, സോഷ്യൽ ആൻഡ് ക്ലോസ്ഡ്. പിന്നെ അവിടെ ടോപ്പിക് ഉണ്ട്, നമുക്ക് നമ്മുടെ ടോപ്പിക് ആഡ് ചെയ്യാം. ഞാനൊരു റാൻഡം ടോപ്പിക് കൊടുക്കുന്നുണ്ട്. ദെൻ ലെറ്റ്സ് ഗോ. നമ്മൾ റൂം ക്രിയേറ്റ് ചെയ്തു. നൗ വി ക്യാൻ ഇൻവൈറ്റ് പീപ്പിൾ ടു ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ്. ഇതിപ്പോൾ ഓപ്പൺ ഗ്രൂപ്പാണ്, സോ വെയിറ്റ് ചെയ്താൽ തന്നെ ആൾക്കാർ കയറും. ഇത്രയേ ഉള്ളൂ. ഞാൻ ലീവ് ചെയ്യാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് നോക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ അക്കൗണ്ട് നോക്കാം. ഡിയാക്ടിവേറ്റ് ചെയ്യാനും ട്വിറ്റർ ആൻഡ് ഇൻസ്റ്റ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അക്കൗണ്ടിലുണ്ട്. അടുത്തത് ഇൻട്രസ്റ്റ്. നമ്മൾ തുടക്കത്തിൽ കൊടുത്തില്ലേ, സെയിം ആണ്, വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം. ഇനി വാട്ട്സ് ന്യൂ ക്ലബ് ഹൗസ് അപ്ഡേഷൻസ് നമുക്കറിയാം. അതുണ്ട്. FAQ ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ FAQയിൽ പോവാം, സെർച്ച് ചെയ്യാം, നോക്കാം. പിന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ്, ടേംസ് ഓഫ് സർവീസ്, പ്രൈവസി പോളിസി എല്ലാം നിങ്ങളൊന്ന് വായിച്ച് നോക്കാം. പിന്നെ ലോഗ് ഔട്ട്. പ്രൊഫൈലിൽ ഒരു ഷെയർ ബട്ടൺ ഉണ്ട്. അതിലൂടെ നമുക്ക് ഈ പ്രൊഫൈൽ ഷെയർ ചെയ്യാം കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ഇതുപോലൊരു ക്ലബ് ഹൗസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് പ്രൊഫൈലിൽ ബയോ കൊടുക്കാം. ജസ്റ്റ് ഒരു ബയോ കൊടുത്തേക്കാം. ഓക്കെ, അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇമെയിൽ ആഡ് ചെയ്തിട്ട് അക്കൗണ്ട് നമുക്ക് ഒന്നുകൂടെ സെക്യൂർ ചെയ്യാം. ഞാൻ എന്തായാലും ഇമെയിൽ ആഡ് ചെയ്തു.
പിന്നെ അത് നമ്മുടെ മെയിൽ ഇൻബോക്സിൽ പോയിട്ട് അതൊന്ന് വെരിഫൈ ചെയ്ത് കൊടുത്താൽ മതി. അത് ഞാൻ ചെയ്തോളാം, നിങ്ങളും അതുപോലെ ചെയ്യുക. പിന്നെ നമുക്ക് ക്ലബിനെയും ആളുകളെയും ഒക്കെ സെർച്ച് ചെയ്യാം. പിന്നെ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്ന ക്ലബ്സ് നോക്കാം. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എൻ്റർ ചെയ്യാം. പ്യുവർലി സോർട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് യുവർ ഇൻട്രസ്റ്റ്. പിന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണാം. നമ്മുടെ പ്രൊഫൈൽ ആക്ടിവിറ്റി വ്യൂ ചെയ്യാം. ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാത്തിനുള്ള ഓപ്ഷൻസ് ക്ലബ് ഹൗസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ക്ലബ് ഹൗസിനെ പറ്റി പറയാനുള്ളത്. ഈ കോവിഡ് ലോക്ക്ഡൗൺ ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്യാതറിങ്സ്, സോഷ്യൽ ഗ്യാതറിങ്സ്. ആ പരിഭവമൊക്കെ കുറച്ചൊന്ന് കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസ്. നമ്മുടെ അഭിപ്രായങ്ങൾ ലോകത്തോട് പറയാനും ഇൻട്രാക്ഷൻസ് വഴി നമ്മുടെ ചിന്തകളുടെ വലിപ്പം കൂട്ടാനും ക്ലബ് ഹൗസ് ഹെൽപ്പ് ചെയ്യും. സോ അഭിപ്രായമുള്ള, ഉറച്ച ശബ്ദമുള്ള, സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരു ക്ലബ് ഹൗസ് പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യാം. ശബ്ദമുള്ളവരായിരിക്കുക. ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഷെയർ ദിസ് വീഡിയോ, സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ഫോർ മോർ വീഡിയോസ് ലൈക്ക് ദിസ്. ഞാൻ ലോഗ് ഔട്ട് ചെയ്യാണ് from this video as well as from ClubHouse.